വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ സ്വീറ്റ്സും കേക്കൊന്നും ഇടുന്നില്ല എന്നുള്ള ഒരു പരാതി കേൾക്കുന്നുണ്ട്. സത്യമാണ് കേട്ടോ. കുറെ നാളായി ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട്. പൊതുവേ ഞാൻ സ്വീറ്റ്സ് കഴിക്കാറില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും ചേച്ചി കറികളിലൊക്കെ പഞ്ചസാര ഇടുന്നുണ്ടല്ലോ എന്ന്. അത് ശരിയാണ് കേട്ടോ, ഇച്ചിരി പഞ്ചസാര ഇടാറുണ്ട്. പക്ഷെ ഇങ്ങനെ കേക്കൊന്നും വലിയ കാര്യമായിട്ട് കഴിക്കാറില്ല. പക്ഷെ നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ റിക്വസ്റ്റ് പരിഗണിച്ചില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പൊ അതിന്റെ തുടക്കമായിട്ടാണ് ഞാൻ കേക്കായിട്ട് വന്നിരിക്കുന്നത്. അതാണ് സീബ്ര കേക്ക്. സീബ്ര കേക്കിന്റെ വേറൊരു പേരാണ് മാർബിൾ കേക്ക്. അപ്പൊ എന്താ ഞാൻ ചെയ്തിരിക്കുന്നത്, സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് ഓവനൊന്നും ഇല്ലാതെ ഒരു സാധാരണ പാത്രത്തിൽ വെച്ചിട്ട്, ബീറ്ററൊന്നും വേണ്ട, ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ന് ഞാൻ മുട്ട ചേർത്തിട്ടുണ്ട്. പക്ഷെ മുട്ടയില്ലാതെയും നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാം. വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള സീബ്ര കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ നല്ല അടികട്ടിയുള്ള കടായിലാണ്. നിങ്ങൾക്ക് ഇതുപോലൊരു നല്ലൊരു കടായി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വലിയ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുണ്ടാക്കാം. ഇപ്പോൾ പലരും അലുമിനിയം പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇതുവരെ അലുമിനിയം പാത്രത്തിലൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇതുപോലുള്ള വലിയ കട്ടിയുള്ള അടികട്ടിയുള്ള പാത്രത്തിലാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അതല്ലെങ്കിൽ ഞാൻ പണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള പോലെ കുക്കറിൽ നമുക്ക് സെയിം പ്രൊസീജിയർ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ഓവനുള്ളവർക്ക് പിന്നെ പ്രശ്നമില്ല, കൺവെക്ഷൻ ഓവനുള്ളവർക്ക് ഓവനിലും ചെയ്യാം. കുക്കറിലാണെങ്കിലും അതുപോലെ ഇതുപോലെ അടികട്ടിയുള്ള പാത്രത്തിലാണെങ്കിലും എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കേക്ക് ബാറ്റർ റെഡി ആക്കുന്നതിനേക്കാൾ മുൻപ് തന്നെ ഇതിനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. അതായത് പ്രീ ഹീറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലൊരു പാത്രം എടുക്കുക. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പാത്രമോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള ഒരു റിങ് വയ്ക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേക്കിൻ്റെ ടിന്ന് ഡയറക്റ്റായിട്ട് താഴെ വയ്ക്കാൻ പാടില്ല. അപ്പോൾ അടി കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു ചെറിയൊരു ഹൈറ്റുള്ള സംഭവം താഴെ വെക്കുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ കേക്കിൻ്റെ ടിന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ റിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുഞ്ഞു പാത്രം ഒന്ന് കമത്തി വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഓൺ ചെയ്തിട്ട് ഇത് നമുക്കൊരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ അടച്ചങ്ങ് വെക്കുക. അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ പാത്രം അപ്പുറത്തെ അടുപ്പിലങ്ങ് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം റെഡിയാക്കി വെക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധാരണ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിൽ ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. ഇതിലാണ് ഞാനിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏത് പാത്രമാണെങ്കിലും, ഉരുണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റെക്ടാങ്കിൾ ആയാലും അതുപോലെ തന്നെ സ്ക്വയർ ആണെങ്കിലും ഏത് പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈവൻ സ്റ്റീൽ പാത്രമോ അലുമിനിയം പാത്രമോ നോൺ സ്റ്റിക്കോ സാധാരണ രീതിയിലുള്ള കേക്കിൻ്റെ ടിന്നോ ഏതിലും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ പാത്രം എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബേക്കിംഗ് ഷീറ്റ്, അതായത് പാർച്ച്മെൻറ്റ് ഷീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ഫ്രൂട്ട് കേക്കില്ലേ, അതായത് പ്ലം കേക്ക് വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദ വെച്ചിട്ടങ്ങ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ ഇതിൽ പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. അത് നമുക്ക് ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഓയിൽ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതൊന്ന് കളയാം. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. മൈദ അല്ലെങ്കിൽ ആട്ടയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഈ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള ഈ മൈദ ഉണ്ടല്ലോ, അത് നമുക്ക് തട്ടിക്കളഞ്ഞിട്ട് വരാം. ഓക്കെ, എൻ്റെ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് ഇവിടെ മൈദ ഒട്ടിപ്പിടിക്കണില്ല കേട്ടോ. അപ്പോൾ സാധാരണ പാത്രം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈദ ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ നോൺ സ്റ്റിക്ക് ഒരു പാത്രത്തിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നോൺ സ്റ്റിക്ക് അത് നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് ഇതങ്ങ് വിട്ട് പോരുകയാണ്. കുഴപ്പമില്ല, ഒരുപാട് അങ്ങ് മൈദ നിർത്താൻ പാടില്ല. എക്സസൈഡിൽ തട്ടിക്കളയാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈദ എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടേബിൾ സ്പൂണിൻ്റെ കണക്ക് പറയുന്നത്. 1.5 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ 21 ടേബിൾ സ്പൂൺ. അതില്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് 187.5 ഗ്രാം. ഈ ml കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇത് 250 ml കപ്പാണ്. ഇത് സ്റ്റാൻഡേർഡ് കപ്പാണ്, മെഷറിംഗ് കപ്പ്. ഇതേപോലത്തെ 1.5 കപ്പ്. അപ്പോൾ 250 ml പ്ലസ് 125 ml, അതായത് 375 ml. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയാണ് ഇത് ഇത്രയും പറഞ്ഞു തരുന്നത്. അപ്പോൾ 1.5 കപ്പ് മൈദ നമുക്ക് എന്ത് ചെയ്യണം, ഒരു അരിപ്പയിൽ കൂടെ അങ്ങ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനൊരു അരിപ്പെടുക്കുക. ഒരു വലിയ
ബൗളിൽ മുകളിലോട്ട് അരിപ്പ് വെക്കുക, അതിലോട്ട് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ മൈദയിലോട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയും വേണം, ബേക്കിംഗ് പൗഡറും വേണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എടുക്കുമ്പോൾ ഡേറ്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സോഡ ആദ്യം എടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ആദ്യം ഇതിലോട്ട് ചേർത്ത് 1/2 ടീസ്പൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ml കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഇതിൻ്റെ ഇരട്ടി, അതായത് 1 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണെന്ന് ഓർക്കണം. അപ്പോൾ 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് നമുക്ക് അല്പം മാത്രം മതി കേട്ടോ. ഉപ്പ് കൂടി കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് അങ്ങ് അരിച്ചെടുക്കാം. 2-3 തവണ അരിക്കണമെങ്കിൽ നന്നായിരിക്കും. ഞാനിപ്പോൾ 1 തവണയേ അരിക്കുന്നുള്ളൂ എന്തായാലും. അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പ് എത്തുന്ന രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങ് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതിപ്പോൾ കപ്പ് കേക്ക് രൂപത്തിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ കപ്പുകളിലാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് സ്റ്റീലിൻ്റെ കട്ടോരി എന്ന് പറയുമ്പോൾ സ്റ്റീലിൻ്റെ ബൗൾ ഉണ്ടാവില്ലേ, അതിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു വലിയ കേക്കായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 കപ്പ് ഓയിൽ എന്ന് പറഞ്ഞാൽ 8 ടേബിൾ സ്പൂൺ ഓയിലാണ്, അതായത് 125 ml ഓയിൽ. അത് നമുക്ക് റെഡിയാക്കി വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇനി റെഡിയാക്കി വെക്കേണ്ടത് പഞ്ചസാര ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിന് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത്. പഞ്ചസാരയുടെ അളവ് 10 ടേബിൾ സ്പൂൺ കേട്ടോ. 10 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് മുട്ട അല്ലെങ്കിൽ തൈരാണ്. ഞാനിവിടെ മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു മുട്ട ഇല്ലാതെ പല കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മുട്ടയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട. അപ്പോൾ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് തൈര് ഉപയോഗിക്കാം. മനസ്സിലായല്ലോ? 1/2 കപ്പ് ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തൈര് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തത് എടുത്ത് വെച്ചിട്ട് അതിന് മുട്ടയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ 2 മുട്ട ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതേ ഞാനിവിടെ മുട്ട അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്സിയിൽ അടിക്കണം ഒരു നിർബന്ധമില്ല കേട്ടോ. മിക്സിയിൽ അടിക്കണമെങ്കിൽ നമ്മളെ ജോലി എളുപ്പമാവും, അതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ 2 മുട്ട അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 1/2 കപ്പ് തൈര്. ഈ മുട്ടയാണെങ്കിലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. തണുപ്പുള്ള മുട്ട ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് മുട്ട ഈ മൈദയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് 10 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ ഡിപ്പെൻസ്, ഓരോരുത്തർക്ക് മാറ്റം വരും. അപ്പോൾ ഇതൊരു മീഡിയം മധുരമാണ്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ്. ആ ഒരു മുട്ടയുടെ മണമൊക്കെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ മാത്രം മിക്സ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതൊട്ടും തന്നെ കട്ടകളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും ലിക്വിഡ് ചേർത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ കുറച്ചും കൂടെ എന്തായിരിക്കണം, ലൂസായിരിക്കണം. അതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് കുറച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് അങ്ങ് ഒറ്റ ടൈമിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് വെള്ളമാണെങ്കിലും റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള വെള്ളം എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. കുറച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ലൂസായി കഴിഞ്ഞാൽ ശരിയാവില്ല. കണ്ണടിച്ച് നോക്കുമ്പോഴേക്കും ഈ സംഭവം ഉണ്ടാക്കാം. പണ്ടൊക്കെ കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമായിരുന്നു. ബാലികാറാമല എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയായിരുന്നു എനിക്കൊക്കെ. അതുകൊണ്ട് മാത്രമല്ല മധുരം വലിയ താല്പര്യമില്ല. ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേക്ക് അധികം ഉണ്ടാക്കാത്തത്. നിങ്ങളിങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന കാരണം ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മതിയാവുന്ന തോന്നുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറേ പേര് ചോദിക്കാറുണ്ട് മിക്സിയിൽ അടിക്കാൻ പറ്റുമെന്ന്. ഞാൻ മിക്സിയിൽ അടിച്ച് ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ അടുത്ത പ്രാവശ്യം മിക്സിയിൽ ഞാൻ അടിച്ച് നോക്കട്ടെ സംഭവം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ലൂസായിട്ട് വീഴുന്നൊരു കൺസിസ്റ്റൻസി. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇനി നമുക്ക് കൊക്കോ പൗഡർ വെച്ചിട്ട് ഒരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ മാത്രം മതിയാകും. ഒരുപാട് വേണ്ട, ഒരുപാട് ആയിട്ടുണ്ടെങ്കിൽ കയ്പ്പരസം വരും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഒരു ചെറിയ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം കൂടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തുടച്ച് പോകണം, അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ പെട്ടെന്ന് വൃത്തികേടായി പോകും. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈക്വൽ അളവിൽ നമുക്ക് നമ്മുടെ ബാറ്ററിനെ അങ്ങ് ഡിവൈഡ് ചെയ്യാം. ഒരു ഏകദേശം ഈക്വലായിട്ട് മതി കേട്ടോ. ഒരുപാട് ഇനിയിപ്പോൾ 2 കപ്പ് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലും ഏകദേശം 2 കപ്പ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ,
ഏതെങ്കിലും ഒരു കപ്പിലുള്ള മാവിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിൻ്റെ ആ പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്യുക. കൊക്കോ പൗഡറിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുക. കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കണം, പോറിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. നമുക്ക് നല്ല താഴോട്ട് ഒഴിക്കുമ്പോൾ നല്ല സുഖമായിട്ട് ഒഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അങ്ങനെ തിക്കായി തോന്നുകയാണെങ്കിൽ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം, പ്രത്യേകിച്ച് മറക്കരുത്. ഇനി നമുക്ക് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാത്രത്തിലോട്ട് ആദ്യം തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ഒഴിച്ചിട്ടോ, അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗില്ലേ അതിലോ, അതുമല്ലെങ്കിൽ നമ്മുടെ സാധാരണ സിപ്ലോ കവറിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി തുമ്പ്. അങ്ങനെ നമുക്ക് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ചിട്ടാണ് ഒഴിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മിഡിലിൽ വൈറ്റ് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മിഡിലിൽ ചോക്ലേറ്റിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മാറ്റി 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 അതിൻ്റെ മിഡിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ പോവാം കേട്ടോ. ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവസാനം നമുക്ക് നല്ലൊരു സീബ്ര ഷേപ്പിൽ വന്നോളും. ഞാൻ സിബ്ലോ കവറിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇരട്ടിപ്പണിയാണ്, കുറേ പുറത്തേക്ക് പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ ടേബിൾ സ്പൂൺ തന്നെ എടുക്കാൻ തുടങ്ങി. ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. കുറേ സമയം എടുക്കും ഇത് ഇങ്ങനെ ഒഴിച്ച് വരുമ്പോൾ. ലാസ്റ്റ് എത്തുമ്പോൾ ചെറിയ ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി കേട്ടോ, അതായിരിക്കും എളുപ്പം. ഇനി ഫൈനലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തട്ടി കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തട്ടി കൊടുക്കാൻ പറയുന്നത്. കുറച്ചും കൂടെ ഭംഗി വരുത്തണമെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചെയ്യണമെന്ന്. കലാവിരുദ്ധം ഉള്ളവർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. എനിക്ക് വലിയ കലാവിരുദ്ധമൊന്നുമില്ല. ജസ്റ്റ് മിഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, ഒരു സ്പൈഡർ വെബ് പോലെയാണ്. അപ്പോൾ നമുക്കിനി ബേക്ക് ചെയ്യാൻ വയ്ക്കാം. തുറക്കുക, വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വയ്ക്കുക. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി തീ. ഇനി ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ. 25 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്നിട്ട് കുക്കായിട്ടില്ലെങ്കിൽ ബേക്ക് ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ നേരം വെക്കുക കേട്ടോ. അപ്പോൾ 25 മിനിറ്റിനുള്ളിൽ ഓപ്പൺ ചെയ്ത് നോക്കാൻ മറക്കരുത്. മാത്രമല്ല പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്യാൻ പാടില്ല. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് അങ്ങ് താന്നു പോകും. സംഭവം മുഴുവനായിട്ടില്ല കേട്ടോ. 25 മിനിറ്റ് കഴിഞ്ഞു. നടുവിലൊന്നും കുത്തി നോക്കിയപ്പോൾ ഇച്ചിരി കൂടെ വേവാനുണ്ട്. 25 മിനിറ്റ് പോരാ നമുക്ക്. അപ്പോൾ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്യാം. ഇപ്പോൾ 35 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ നോക്കിയേ എല്ലാം ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണം, ഇതിൽ നിന്ന് എടുത്ത് പുറത്ത് ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക, കയ്യിൽ ഒരു ഗ്ലൗസോ വേറെ എന്തെങ്കിലും ഒരു ടർക്കി ടവൽ എന്തെങ്കിലും കയ്യിലെടുത്തതിന് ശേഷം, അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ഇവിടുന്ന് മാറ്റാം. അപ്പോൾ ചൂടാറട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് കത്തി വെച്ചിട്ടൊന്ന് വിടിയിച്ച് കൊടുക്കാം. അതിനുശേഷം തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഇപ്പം നമ്മുടെ കേക്ക് സീബ്ര കേക്ക് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട്. നമുക്കിനി ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇതാ അപ്പോൾ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മുറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പോഞ്ചി ആയിട്ടുള്ള വേണ്ട സീബ്ര കേക്ക് ചെറിയൊരു കഷ്ണം നിങ്ങൾക്ക് വേണ്ടി കഴിച്ച് കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഇത് കറക്റ്റ് മധുരമാണ്, അതായത് മീഡിയം മധുരമാണ്. അതേസമയം നല്ല മധുരമുള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 ടേബിൾ സ്പൂൺ മതിയാവില്ല പഞ്ചസാര, ഒരു 12 ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് പഞ്ചസാരയുടെ അളവ് തീരുമാനിക്കണം. ഓക്കെ. അപ്പോൾ അതായത് ഇതുപോലത്തെ പീസസ് ആയിട്ട് അങ്ങ് മുറിച്ചിട്ട് നമുക്ക് ഒരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിലാണെങ്കിൽ കൂടുതൽ സമയം ഇരിക്കും. പക്ഷേ സാധാരണ രീതിയിൽ ഒരുപാട് സമയം ഇരിക്കാറില്ല, കാരണം അപ്പം തന്നെ കഴിച്ച് തീർക്കും. ഞാനാണെങ്കിൽ ഒരു വെക്കാറില്ല, നൈബേഴ്സിനൊക്കെ കൊടുത്ത് അങ്ങ് കഴിക്കും. അല്ലെങ്കിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. ഇത് കണ്ടോ, ഇത് ഞാൻ വീണ്ടും ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് എൻ്റെ നൈബറിന് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ചോക്ലേറ്റ് കൂടുതൽ വേണം, കുറച്ച് കൈപ്രസ് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ 1 ടേബിൾ കൊക്കോ പൗഡറിന് പരമായിട്ട് 1.25 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ ഇടുമ്പോൾ ലൈറ്റ് ഷെയ്ഡേ വരുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സീബ്രയുടെ പോലെ അതേ കളർ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതായത് നമ്മളെ മാർബിൾ കേക്ക്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഓക്കെ. ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള സീബ്ര കേക്ക് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:30 അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ദുബായിൽ കൊക്കിനെ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇരിക്കണം അവിടെ മരത്തിൻ്റെ ചോട്ടിൽ കാണാണ്ട്.
രണ്ടെണ്ണം ഇങ്ങനെ കമിതാക്കളെ പോലെ രാവിലെ വർത്താനൊക്കെ പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പാവമുണ്ട്. പക്ഷെ ഇത് കൊക്ക് എത്ര നേരം വരെ അവിടെ ഇരിക്കും എന്നറിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഒന്ന് സൂം ചെയ്തോട്ടെ കേട്ടോ. സൂം ചെയ്യുമ്പോൾ അത്ര ക്ലാരിറ്റി കുറവാണ്, എന്നാലും കാണാം അല്ലേ. സൂം ബാക്ക് ചെയ്തിട്ട് അതൊക്കെ അനങ്ങാതെ നടന്ന് 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 കൊക്കയാനങ്ങല് കൊക്കിൻ്റെ തലയിൽ വെണ്ണ കൊണ്ട് വെച്ചിട്ട് അത് ഉരുകി കണ്ണി പോകുമ്പോൾ പിടിക്കാന്ന് പറയുന്നുണ്ട്. അതാ പറഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ പറക്കണം. പോയി. ഇവിടെ മറ്റേ കൊക്ക് ഉണ്ട് കേട്ടാ, ഒരാളെ പോയുള്ളൂ. ഇതൊന്ന് സൂം ചെയ്തോ.